തൂമ്രലോചനവധം. ഇങ്ങനെ പറഞ്ഞടങ്ങിയിടിനാൻ തൂമ്രാക്ഷൻ. ഭംഗിയിൽ പ്രത്യുത്തരോ ചിരിച്ചു ചൊന്നാൾ കാളി. കുടിലബുദ്ധേ, നാടകങ്ങളിൽ കോമാളിയ നടനെ പോലെന്തേ തവം ആഭാസം ചൊല്ലിയിടുന്നു. സാധിക്കില്ലടോ നിന്റെ മോഹങ്ങൾ ഒന്നും. അതിമാധുര്യമുള്ള വാക്യം പറഞ്ഞിട്ടെന്തു ഫലം? ദാനവനാഥൻ സുംഭൻ ബലവാനായ നിന്നെ സേനകളോട് യുദ്ധത്തിന് അയച്ചിരിക്കുന്നു. സമരം ചെയ്യുവാനൊരുങ്ങിയിടുക മൂഢബുദ്ധേ. ഢമരം കൊണ്ടിങ്ങൊരു ഫലവും ഉണ്ടായി വരാ. ക്രുദ്ധയായി ലോകേശ്വരി ശരമാരികൾ തൂകി. യുദ്ധത്തിൽ സുംഭനെയും നിസുംഭാസുരനെയും നിന്നെയും ബലാധികന്മാരാകും അന്യരെയും കൊന്നാശു നിജസ്ഥാനേ ചെന്നു വാണിടുവിപ്പോൾ. ദുർമതി സുംഭനെങ്ങ് വിശ്വമോഹിനിയായോരംബികയങ്ങ്. ഇവർക്ക് സംബന്ധം അയുക്തം താൻ. പഞ്ചാസ്യനാരി ചെന്നു പഞ്ചാസ്ത്രബാണാർത്ഥയായി. വഞ്ചുകത്തിനെ പതിയായിട്ട് വരിക്കുമോ? കരിണി ഖരത്തെയും സുരാഭിമാനിനെയും ഒരു കാലത്തും പതിയായിട്ട് വരിക്കുമോ? ചെന്നു നീ സുംഭനോടും നിസുംഭനോടും ചൊല്ലിയിടു ഇന്നു ഞാൻ പറയുന്ന വാക്യം ഒന്നൊഴിയാതെ. വന്നാലും ശീഘ്രം യുദ്ധം ചെയ്യുവാൻ. അല്ലെന്നാകിൽ ചെന്ന് പാതാളലോകെ വാണാലും വൈകിടാതെ. ഇങ്ങനെ കാളി തന്റെ വചനം കേട്ട നേരം തിങ്ങിനെ കോപം പൂണ്ടു തൂമ്രലോചനൻ ചൊന്നാൻ. ദുർഭഗേ, യുദ്ധത്തിങ്കിൽ നിന്നെയും സിംഹത്തെയും ക്ഷിപ്രം കൊന്നു. അലാംഗിയാമിവളെയും കൊന്നു. ധരണീ ശാന്തികത്തിൽ പോകുവൻ രസഭംഗം വരുമെന്നോർത്തു. പേടിച്ചിടുന്നു കാളികേ ഞാൻ. അല്ലായിൽ ക്രൂരങ്ങളാശരങ്ങളെയ്തു നിന്നെ കൊല്ലുവൻ ഇന്നു തന്നെ. കലഹപ്രിയേ മൂഢേ. അന്നേരം കാളികയും അവനോടോതിയിടിനാൻ. മന്ദാത്മൻ വൃഥാലാപം എന്തടോ ചൊല്ലിയിടുന്നു. ഹരേ ദേവി.